കാരക്കോണം മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട കേസിൽ ഇഡി കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് രസാലമടക്കം 4 പ്രതികളാണുള്ളത്. മെഡിക്കൽ പ്രവേശനത്തിന് കോടികൾ കോഴ വാങ്ങി വിദേശത്തേക്കടക്കം കടത്തിയെന്നാണ് കേസ്. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്താണ് പ്രധാനമായും കുറ്റപത്രത്തിൽ പറയുന്നത്? കാരക്കോണം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ കോഴപ്പണമായി വാങ്ങുകയും അത് വിദേശത്തേക്ക് കടത്തി ഇതിൽ വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനമുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 4 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. CSI സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ റസാലം, കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം, സഭാ മുൻ സെക്രട്ടറി TT പ്രവീൺ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ പ്രതികൾ. ഇതിൽ 1-ാം പ്രതിയായി ചേർത്തിരിക്കുന്നത് ഈ CSI സഭയ്ക്ക് കീഴിലുള്ള സോമർവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജിനെ തന്നെയാണ് 1-ാം പ്രതിയാക്കി ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടവരെയെല്ലാം പലതവണ ED ചോദ്യം ചെയ്തിരുന്നു. ഏതാണ്ട് പലരിൽ നിന്നായി ഈ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് ഏതാണ്ട് 1 കോടിയോളം രൂപ പലരിൽ നിന്നായി കോഴ വാങ്ങി എന്നുള്ളതായിരുന്നു ആരോപണം. ഇത്തരത്തിൽ പണം മുൻകൂറായി വാങ്ങി പലർക്കും സീറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പരാതി വന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നു. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുകയും വിശദമായി അന്വേഷണം നടത്തി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ആതിര. ശരി, ഉമേഷാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.